സ്വാഗതം. ഹലോ 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 സാർ. ഹലോ ഹലോ ആ ഹലോ സാർ, സ്പോർട്സ് എഡിറ്റർ ഉണ്ടോ? ഹലോ ഹലോ, സ്പോർട്സ് എഡിറ്റർ അല്ലേ? ആ അതെ. നിങ്ങൾ കളി കാണുന്ന ആളാണോ? ഇതാണ്. ഞാനിത് മലപ്പുറത്ത് നിന്നാ വിളിക്കുന്നത്. നിങ്ങൾ ഇന്ന് ഒരു സ്പോർട്സില് ഒരു ഇത് കൊടുത്തിട്ടുണ്ടല്ലോ, ഹഗീറോന്റെ. ആ നിങ്ങൾ കളി കാണുന്ന ആളല്ല? അതെ. പിന്നെ നിങ്ങൾ ഫസ്റ്റ് എഴുതിയിട്ടുള്ളത് ജീസസിന് പരിക്ക് പറ്റിയത് നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എഴുതിയിട്ടുണ്ടല്ലോ. ആ അതെന്താ സംഭവം? എന്താ മനസ്സിലായില്ല? അത് വായിച്ചപ്പോ നിനക്ക് മനസ്സിലായില്ല എന്താന്നല്ലേ? എല്ലാം മനസ്സിലാവാത്തോണ്ടാണല്ലോ വിളിച്ചത്. മനസ്സിലായിട്ടില്ല. അതൊരു ആലങ്കാരികമായിട്ട് പറഞ്ഞതാ. ജീസസ്, അതായത് നമുക്ക് ജീസസ് നവാസിനോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല. ജീസസിന് ഒരു പ്ലേയേഴ്സിന് പരിക്ക് പറ്റിയത് നന്നായി എന്ന് പറയുന്ന ഒരാൾ നിങ്ങളാണ് ഫസ്റ്റ് ടൈം. അങ്ങനെയല്ല. നിങ്ങൾക്ക് അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ? അത് അങ്ങനെ നമ്മൾ അങ്ങനെ പരിക്ക് പറ്റിയത് അതല്ല, അതൊരു ആലങ്കാരികമായ പ്രയോഗം. നിങ്ങൾ എഴുതിയിട്ടുള്ളത് കറക്റ്റ് അല്ലേ? പരിക്ക് പറ്റിയത് നന്നായിക്കണെന്നുള്ളത് എഴുതിയത് കറക്റ്റ് അല്ലേ? പരിക്ക് പറ്റിയത് നന്നായി ആരാധകർ പോലും സമ്മതിച്ചേക്കുന്നേ നമ്മൾ പറഞ്ഞുള്ളൂ. അല്ല, ആ എങ്ങനെ സമ്മതിച്ചു കൊടുക്കാം? ഞാനൊരു മാജിസ്റ്ററിന്റെ ഒരു ആരാധകനാണ്. ഞാൻ എങ്ങനെ സമ്മതിച്ചു കൊടുക്കാം? അല്ല, നിങ്ങൾ അതിന്റെ സംഭവം എന്താണെന്നറിയോ? അതായത് അഗ്യൂറോ ഗോൾ അടിച്ചു, ജീസസിന് പകരമായിട്ടാണ് അഗ്യൂറോ ഫസ്റ്റ് ലെവലിൽ വന്നത്. അല്ലെങ്കിൽ അഗ്യൂറോ ഫസ്റ്റ് ലെവലിൽ വരില്ല, ഇല്ലല്ലോ, നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ. അല്ല, അപ്പോ ഇതിന്റെ മുന്നേ ജീസസ് ഇപ്പൊ കളിക്കൽ തുടങ്ങിയിട്ട് എത്ര മത്സരം ജീസസ് കളിച്ചെന്ന് അറിയോ? ജീസസ് കുറച്ച് മത്സരമേ കളിച്ചുള്ളൂ, ഇപ്പൊ ഒന്നേ ഉള്ളൂ. ആ മത്സരത്തിലൊക്കെ ജീസസ് സ്കോർ ചെയ്തിട്ടുണ്ടോ? നന്നായി കളിച്ചു, സ്കോർ ചെയ്തു, ഗോൾ അടിച്ചു. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അപ്പൊ നിങ്ങൾക്ക് കുരു പൊട്ടിയിട്ടല്ലേ നിങ്ങൾ പറഞ്ഞത് അങ്ങനെ ഒരു പ്ലെയറിന് പരിക്ക് പറ്റിയത് നന്നായി, അതുകൊണ്ടാണ് ടോട്ടല് അർജന്റീന ആരാധകനാണ്. നിങ്ങളൊരു അർജന്റീന ആരാധകനാവുമ്പോൾ ഏത് ആരാധകനും ആയിക്കോളി. പക്ഷെ ഇത് ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ അർജന്റീന. അല്ല, ഒറ്റ മിനിറ്റ്, എവിടുന്നാ വിളിക്കുന്നത്? മലപ്പുറത്ത് എവിടെയാ? മലപ്പുറം തിരൂരാ. പേരെന്താ? നിസാമോ? ഞാനും മലപ്പുറം തന്നെയാ. ഓക്കെ. സാർ ഇതൊന്ന് കേക്കണേ. എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് ഒരു ടീമിന്റെ ആൾക്കാർ മാത്രം വായിക്കണതല്ല പേപ്പർ, മൊത്തമായിട്ട് എല്ലാരും വായിക്കണതാണ് പേപ്പർ. അപ്പോ ഈ ഒരാള് ഈ ഫാൻസ് മാത്രം വായിക്കണല്ലാന്ന് മുൻനിർത്തി മാത്രം എഴുതാൻ പാടുള്ളൂ. ആയിക്കോട്ടെ, ഇതൊക്കെ അതായത് ഞാൻ പറയട്ടെ, നമുക്ക് അങ്ങനെ അർജന്റീനയോട് ഒരു പക്ഷപാതോ ബാഴ്സലോണയോട് പക്ഷപാതോ അങ്ങനെയൊന്നുമില്ല. ഇങ്ങക്ക് ഞാനൊരു ബാർസലോണ ആരാധകനും കൂടിയാണ്. പക്ഷെ ഇങ്ങളെ ഈ വർത്താനം കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു ടീമിനോട് ഞാൻ പറയട്ടെ, എന്തിനാ അതിന്റെ ഇല്ലാന്ന് നമുക്ക്. ഇപ്പൊ ബ്രസീൽ, എന്റെ ഇഷ്ട ടീം ബ്രസീലാ. ഞാൻ നിങ്ങളോട് നിങ്ങളെ ഇഷ്ട ടീം ബ്രസീലാണ്. അല്ല, എങ്ങനെ പറയും നിങ്ങളിത് വായിക്കുമ്പോ അത് നിങ്ങൾക്ക് ഇല്ലാന്ന് നിങ്ങൾക്ക് അങ്ങനെ തോന്നാ. ബ്രസീലിനെ കുറിച്ച് നമ്മളെ ഈ ഗബ്രിയേൽ ജീസസിനെ കുറിച്ച് തന്നെ നമ്മൾ എത്ര പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അതൊക്കെ കോമഡി. ഞാൻ പറയട്ടെ, ജീസസ് ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ഗോൾ അടിച്ച് ജയിപ്പിച്ചപ്പോ നമ്മൾ എത്ര എഴുതിയിട്ടുണ്ട് ജീസസിനെ കുറിച്ച്. നിങ്ങൾ അങ്ങനെ പറയുന്നത്. ആരെ കുറിച്ചിട്ടാണ് കൂടുതൽ ന്യൂസ് ചെയ്തിട്ടുള്ളത്? നിങ്ങൾ ആരെ കുറിച്ചിട്ടാണ് കൂടുതൽ സംസാരിക്കണത്? നിങ്ങൾ ഏത് ഫാൻസിന്റെ ആരാധകനാണ്? ഞാൻ പറയട്ടെ അത് ഞാൻ പറഞ്ഞ. അതായത് നിങ്ങൾ ആരെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത് നിങ്ങൾ പറയാൻ കാരണം നിങ്ങൾ മെസ്സിയെ കുറിച്ച് പറഞ്ഞു, അതല്ല നിങ്ങൾ ഉദ്ദേശം. മെസ്സിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മെസ്സിയല്ലേ? ഞാൻ പറയട്ടെ, അത് ഇനി നെയ്മർ ഗോൾ അടിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയാ? ഞാൻ പറയട്ടെ, ഗബ്രിയേൽ ജീസസ് ഇപ്പൊ എന്തായാലും മെസ്സിയെ പോലെ ഒരു താരമല്ലല്ലോ, അത് നിങ്ങൾ സമ്മതിക്കുമല്ലോ. എങ്ങനെ? ഗബ്രിയേൽ ജീസസ് ഗബ്രിയേൽ ജീസസ് എന്ന് പറയുന്ന വരാനുള്ളൊരു സൂപ്പർ സ്റ്റാറാ. മെസ്സി എന്ന് പറഞ്ഞാൽ കുറെ കാലമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ലേ. അപ്പൊ ഈ ഒരു പ്ലേയേഴ്സ് മാത്രം മതി എന്നാണോ നിങ്ങളെ ലക്ഷ്യം? അല്ല,
പുതിയ ആൾക്കാർ വരുമ്പോ നമ്മൾ അത് എത്ര നന്നായി കൊടുക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ മുന്നേ ഇതിന്റെ മുന്നത്തെ ലേഖകന്മാര് പെല മാത്രമാണ് നല്ല കളിക്കാരൻ, ഇനി വരുന്നവരാരെയും സപ്പോർട്ട് ചെയ്യണ്ടെന്നും പറഞ്ഞില്ല. അല്ല ഞാൻ പറയാ, ഞാൻ പറയട്ടെ ഒരു കാര്യം പറയട്ടെ, മെസ്സിക്കുള്ള എത്ര ആരാധകർ ഗബ്രിയേൽ ജീസസിന് ഉണ്ടാവോ? ഈ മെസ്സിക്കുള്ള അതേ ആരാധകർ നെയ്മറിനുണ്ടല്ലോ. നെയ്മർ അതുപോലെ കൊടുക്കുന്നുണ്ടല്ലോ. നെയ്മർ എന്താ നമ്മൾ കൊടുക്കാത്തത്? അതൊക്കെ കോമഡിയാണ് ഭായി, അതൊക്കെ കോമഡിയാണ്. എന്താ വെച്ച് കഴിഞ്ഞാല് ബാർസലോണയിൽ ഗോൾ അടിക്കുമ്പോൾ നിങ്ങളെന്ത് മെസ്സി ഗോൾ അടിച്ചാൽ നിങ്ങൾ പറയും മെസ്സി ഗോൾ അടിച്ചു, മെസ്സി അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ഇന്ന് പറയും. പക്ഷെ നേരെ തിരിച്ച് നെയ്മർ ഗോൾ അടിച്ച നിങ്ങൾ പറയും അങ്ങനെ ആക്കി. അല്ല എമ്മസൻ അങ്ങനെ ആക്കി ആയിക്കോട്ടെ, ബാർസലോണന്റെ കാര്യം വിടാം. നെയ്മർ ലോകകപ്പില് ലോകത്തില് ഒളിമ്പിക്സില് ബ്രസീലിനെ വിജയത്തിലേക്ക് നയിച്ചപ്പോ എന്തൊക്കെ നന്നായിട്ട് നമ്മൾ എഴുതിയിരുന്നേ അല്ലേ? നിങ്ങൾ മെസ്സി അന്ന് പുറത്തേക്ക് പെനാൽറ്റി അടിച്ചതിന് ശേഷം നിങ്ങൾ അതിന്റെ പിറ്റേന്നത്തെ പേപ്പറിൽ നിങ്ങൾ എന്താ എഴുതിയത്? എന്താ എഴുതിയത്? മെസ്സി മോശമായിട്ട് കളിച്ചു നിങ്ങൾ എഴുതിയോ? മെസ്സി മോശമായിട്ട് കളിച്ചിട്ടൊന്നുമില്ല. എന്താ മെസ്സി മോശമായിട്ട് കളിച്ചു? മെസ്സി ആ ഒരു ഇത്ര നന്നായിട്ട് ബാർസലോണയെ കളിക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് ആ പെനാൽറ്റി ഉള്ളിൽ കടിച്ചൂടാ? അതേ ബാർസലോണയിൽ കളിക്കുന്ന ലാസ്റ്റ് പെനാൽറ്റി ഉള്ളിൽ കടിച്ചല്ലോ. അല്ലല്ലോ, ഒരു ഏതെങ്കിലും കളിക്കാരൻ പുറത്തേക്ക് പെനാൽറ്റി എടുക്കണമെന്ന് വിചാരിച്ച് കളിക്കില്ലല്ലോ. അതാണ് അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം എന്നോ, നെയ്മറിന്റെയും മെസ്സിന്റെയും പവർ മനസ്സിലാക്കണോ? നെയ്മറിന് ഇല്ലാതെ നെയ്മർ ഉള്ളിൽ കടിച്ചു. ഈ നേരെ മറിച്ച് മെസ്സി അന്ന് ഞാൻ പറയട്ടെ, രണ്ടാളും വ്യത്യാസങ്ങൾ മനസ്സിലാക്കി. എനിക്ക് ഞാനൊരു മലപ്രധാനമാണ്, എനിക്ക് നിങ്ങളെ വികാരം ശരിക്കും മനസ്സിലാവും. ഞാൻ പറയുന്ന ഒരു സാധനം, നെയ്മർ ഒളിമ്പിക്സില് ഫൈനലില് ബ്രസീലിനെ ജയിപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അതായത് മെസ്സി എന്ന് പറയുമ്പോൾ അർജന്റീനക്ക് വേണ്ടി ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീമിനെ പ്രചോദിപ്പിക്കാൻ മെസ്സിക്ക് പറ്റുന്നില്ല, നെയ്മറിന് അത് പറ്റുന്നുണ്ടല്ലോ. ഈ മെസ്സി അർജന്റീന ഒരു ഗോള് മെസ്സി പെനാൽറ്റി പുറത്ത് കടിച്ചിട്ട് നിങ്ങൾ പിറ്റേന്നത്തെ പേപ്പറിൽ എന്താ രാജാവ് വിരമിച്ചു അങ്ങനെ എന്തെല്ലോ ആണ് നിങ്ങൾ എഴുതിയത്. ഞാൻ പറയട്ടെ, അത്ര ഒരു മെസ്സി ഒരു നല്ല കളിക്കാരനല്ലാന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ലല്ലോ. മെസ്സി, ഞാൻ ഒരു ഫുട്ബോൾ പ്രേമി ആയതുകൊണ്ട് മെസ്സി നല്ല കളിക്കാരനല്ലാന്ന് ഞാൻ പറയില്ല. ഞാൻ നിങ്ങളെ ഭാഷയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും മെസ്സി നല്ല കളിക്കാരനല്ല. എന്താ നിങ്ങളെ ഭാഷ നന്നായിട്ട് അറിയാം, നിങ്ങളെ ഭാഷ എനിക്ക് നന്നായിട്ട് അറിയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ പറഞ്ഞ ആളാണ്. അതുകൊണ്ട് നിങ്ങളെ ഭാഷയിൽ എനിക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയും മെസ്സി മോശമുള്ള കളിക്കാരനാണെന്ന് പറയും. പക്ഷെ നിങ്ങളെ ഭാഷയിലല്ല, ഞാനൊരു ഫുട്ബോൾ പ്രേമി ആയതുകൊണ്ട് ഞാൻ പറയും മെസ്സി നല്ല കളിക്കാരനാണെന്ന് ഞാൻ പറയും. ഞാൻ ഒന്ന് പറയുന്നേക്കോ, അതായത് നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ ഇപ്പൊ ഇങ്ങനെയാണെങ്കിലും നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമുള്ളൂ. അത് നിങ്ങൾക്ക് ഫുട്ബോൾ ഇഷ്ടമല്ല, നിങ്ങൾ ഫുട്ബോളിന് അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാന്നുള്ളതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാം നിങ്ങളോട് ഇങ്ങനെയൊക്കെ ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എനിക്ക് നിങ്ങളെ വികാരം മനസ്സിലാവും. നിങ്ങൾ എന്റെ ഒരു ഞാൻ പറഞ്ഞേ മലപ്പുറത്തുകാരെ എനിക്കറിയാം നമ്മളെ നാട്ടിലൊരു ഫുട്ബോളിനോടുള്ള ഒരു ഇഷ്ടം. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വ്യക്തമായ കാര്യം ഞാൻ മനസ്സിലാക്കി തരാം. അതായത് ഞാനൊരു അരീക്കോട്ടുകാരനാണ് ഞാൻ. അപ്പൊ എനിക്ക് നിങ്ങളൊരു മനസ്സ് മനസ്സിലാവുന്നുണ്ട്. അതാ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത്. എനിക്ക് നിങ്ങളോട് സംസാരിക്കാനൊരു താല്പര്യം അതുകൊണ്ടാണ്. നമ്മളെന്തായാലും ഒരു ഫുട്ബോളിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ പറയുക, മെസ്സി അന്ന് നമ്മൾ അത് ആഘോഷിക്കാൻ കാരണം മെസ്സിയെ പോലെ ഒരു താരം, അതൊരു വൈകാരികമായ നിമിഷമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. റോബർട്ട് 94 ലോകകപ്പിൽ പെനാൽറ്റി പുറത്തേക്ക് അടിച്ചു. അത് ഇപ്പോഴും ഓർമ്മിക്കപ്പെടുന്ന ഒരു നിമിഷമാണ്. അതൊരു പെനാൽറ്റി നഷ്ടമാക്കിയ നിമിഷം നിങ്ങൾ ആലോചിക്കണം. അതൊരു ഗോളടിച്ച നിമിഷമല്ല. എന്നിട്ടും നമ്മൾ എന്തുകൊണ്ട് ബാജിയോയെ പെനാൽറ്റി നഷ്ടത്തിൽ നമുക്കൊരു സങ്കടം ഉണ്ട്. എന്റെ പൊന്നാരവായി ഇങ്ങളിപ്പോഴും സത്യം പറഞ്ഞോളി, ഇങ്ങളെ ടീം അർജന്റീനയാണ്. തുറന്നു പറ ഇന്നത്തെ ടീം അർജന്റീനയാണ്. നിങ്ങളെ ടീം അർജന്റീന സത്യസന്ധമായി പറയട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ട ടീം ബ്രസീലാണ്. നിങ്ങളെ ന്യൂസ് അതിൽ എഴുതുന്ന റിപ്പോർട്ട് വായിക്കുമ്പോ നമുക്ക് കറക്റ്റ്
കറക്റ്റ് മനസ്സിലാവും. ഇല്ലല്ല, അതെന്താ ഇല്ലല്ല, അതൊക്കെ തോന്നലാണ് വായി. പറഞ്ഞു അർജന്റീന ഇല്ല, അതങ്ങനെ നിങ്ങൾക്ക് തോന്നുക ബ്രസീലിന് അല്ല, നമുക്ക് അങ്ങനെ ഇല്ലാന്ന്. ഞാൻ ബ്രസീലുകാരനാ, ഞാൻ കട്ട ബ്രസീൽ ഫാനാണ്. ഞാൻ ഈ മെസ്സി ഫാനാ. ഇത് വിരമിച്ചി എന്ന് പറഞ്ഞപ്പോഴൊക്കെ കുറെ ആൾക്കാർ ട്രോൾ ചെയ്തിട്ടുണ്ട്. അത് ഫസ്റ്റ് ടൈം ഞാൻ ട്രോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല താരമല്ലാതാവുന്നില്ല, മനസ്സിലാക്കി നിങ്ങൾ. ഇപ്പൊ ഈ ജീസസ് 4 ഗോൾ അടിച്ചിട്ട് അഗീറ ഗോൾ അടിച്ചതുകൊണ്ടും ജീസസ് ഒരു നല്ല കളിക്കാരന് എല്ലാം നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റൂല. നല്ല കളിക്കാരനല്ലാന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ. അതെന്താ അത് നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, നിങ്ങൾ അതിനെ വായിച്ചതിന് അതിന്റെ ഒരു അർത്ഥം എന്നല്ല, നമ്മൾ ഉദ്ദേശം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ട് അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാത്തതിന് തെറ്റ് നമ്മളടുത്ത് തന്നെയാണ്. കാരണം നമ്മൾ ഉത്തരവാദിത്തം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് എഴുതാന്നില്ലേ. മനസ്സിലാവണ നമ്മളൊരു നല്ലൊരു മലയാളിയാണെന്നുണ്ടെങ്കിൽ അതല്ല ഞാൻ പറയുന്നത്. ഞങ്ങൾ അതാ തെറ്റ് സമ്മതിക്കുന്നു, ആ തെറ്റ് സമ്മതിക്കുന്നു. അതായത് പിന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു അർത്ഥം എന്തായിരുന്നു എന്നുള്ള ആ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഞങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? അതായത് ജീസസിന് പരിക്കും